നമസ്കാരം, എല്ലാവർക്കും ന്യൂസ് അനാലിസിസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് പ്രധാന വാർത്തകൾ. PM മോദി സൈക്ലോൺ യാസ് ബാധിത മേഖലയായ ഒറീസ, വെസ്റ്റ് ബംഗാൾ ഒക്കെ ഇന്ന് സന്ദർശിക്കും. നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ്റെ പുതിയൊരു പ്ലാനായ ഡിജിറ്റൽ ഹെൽത്ത് ടെക് റെവല്യൂഷൻ വിത്ത് ഇന്നോവേഷൻസ് ആൻഡ് വേരിയസ് സർവീസസ് ഫോർ സിറ്റിസൺ ഇന്ന് PM മോദി രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ 43rd GST Council ഇന്ന് അറ്റൻഡ് ചെയ്യും ത്രൂ വീഡിയോ കോൺഫറൻസ്. ഇന്ത്യ ബിക്കേം ദ സെക്കൻഡ് കൺട്രി ആഫ്റ്റർ US 20 crore COVID-19 വാക്സിനേഷൻ. അതായത് 20 കോടിയിലധികം കോവിഡ് വാക്സിനേഷൻ ചെയ്ത സെക്കൻഡ് നാഷനായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കണം US ശേഷം. ഇവിടെ വാക്സിനേഷൻ ഇപ്പോഴത്തെ സ്പീഡ് കുറവാണെങ്കിലും 20 crore വാക്സിനേഷൻ ചെയ്ത ഒരു ബിഗ് നാഷൻ ഇപ്പോൾ ഇത്ര സ്പീഡിൽ ചെയ്ത് ഇന്ത്യ ആണ് കേട്ടോ. ഏകദേശം 22 crore വാക്സിൻസ് ഡോസസ് പ്രൊവൈഡ് ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ബൈ സ്റ്റേറ്റ്സ്. സെൻറ്റർ പറഞ്ഞ ഏകദേശം 22 കോടി വാക്സിൻസാണ് സ്റ്റേറ്റ്സിന് യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഇതുവരെ അവർ സോഫാർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സെൻറ്റർ പുതിയ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. നിയർ ടു ഹോം, അത് വയസ്സായ ആൾക്കാർക്ക് വീട്ടിനടുത്തുള്ള കോവിഡ് വാക്സിൻ സെൻറ്ററിൽ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് പേഴ്സൺസിന്. നമ്മുടെ ഓക്സിജൻ എക്സ്പ്രസ് സോഫാർ നമ്മുടെ 1195 മെട്രിക് ടൺസ് ഓക്സിജൻ ഈ ഓക്സിജൻ ക്രൈസിസിൻ്റെ ടൈമിൽ ഇതുവരെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ട്വിറ്റർ പറഞ്ഞുള്ള അവർക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതൊക്കെ റിജക്ഷൻ നമ്മുടെ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാണ് അവരുടെ ഈ വാദങ്ങളൊക്കെ. ED സീസ് ചെയ്തു 166 crore ഓഫ് വരുൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആൻഡ് ഇസ് പ്രൊമോട്ടർ. പിന്നെ വർക്കിംഗ് ഗ്രൂപ്പ്സ്, ബ്രിക്സ് ഗ്രൂപ്പിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ്സ് അവർ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം, കാരണം ഫ്യൂച്ചർ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ടെന്നാണ് അവർ പറഞ്ഞത്. ബംഗ്ലാദേശ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞത് ജൂൺ 13 ആകുമ്പോഴേക്കും അവർക്ക് സ്കൂള് തുറക്കാം, ബാക്ക് ടു നോർമൽ ആവാം എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ US അഫ്ഗാനിൽ നിന്ന് ഇപ്പോൾ റിലീവ് ചെയ്യാമെന്ന് പറഞ്ഞ അടുത്ത് ഡിസെൻഗേജ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അവർ ഡീപ്ലി അഫ്ഗാൻ പീപ്പിളുമായിട്ട് അവർ എൻഗേജഡാണ് എന്നാണ് ജേക്ക് സൂലിയൻ പറഞ്ഞത്. ഹോങ്കോങ് ടിനാൻമെൻ വിജിലിനെ ബാൻ ചെയ്തിരിക്കുകയാണ് സെക്കൻഡ് ഇയറിൽ കൊറോണ വൈറസ് കാരണം. മാരികോം ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽസിൽ എൻ്റർ ചെയ്തു. ടോക്കിയോ ഗെയിംസിൽ ശരിക്കും നടക്കുകയാണെങ്കിൽ ഇനി പുതിയൊരു വേരിയൻറ്റ് കൂടി ഇറക്കും, ഒളിമ്പിക് കൊറോണ വൈറസ് വേരിയൻറ്റ് പറഞ്ഞിട്ടുള്ള എന്നാണ് ജാപ്പനീസ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് കിടക്കാം. ഇൻകോർപ്പറേറ്റിംഗ് ലിമിറ്റ്സ്. നമുക്കറിയാം യൂണിയൻ ഹോം മിനിസ്ട്രി പുതിയ ക്രിമിനൽ ലോസിലൊക്കെ ചില ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഹേറ്റ് സ്പീച്ച് എന്നുള്ളൊരു സെപ്പറേറ്റ് ഒഫൻസാക്കി നമ്മൾ ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഹേറ്റ് സ്പീച്ച് എന്നാൽ നമുക്കറിയാം, നമുക്ക് ഏതൊരു വ്യക്തിയെയും അപ്രിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് ചെയ്യാം. ഒരാൾ അഡ്വൈസ് അല്ലെങ്കിൽ റെക്ടിഫൈ അല്ലെങ്കിൽ ചീത്ത പറയണമെങ്കിൽ അത് പ്രൈവറ്റായി ചെയ്യുക, അല്ലെങ്കിൽ അയാൾ സ്വന്തം ചേംബറിലേക്ക് വിളിച്ചിട്ട് ചീത്ത പറയുകയാണ് നല്ലത്. പൊതുവെ ഒരു മാനർ വെച്ച് നോക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ നല്ലതല്ല. ഒരു ലീഡർ എന്നല്ലേ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ചീത്ത പറയല്ല, ആ വ്യക്തിയുടെ ആ അവസ്ഥ റിയലൈസ് ചെയ്ത് വേണം നമുക്ക് തീരുമാനം എടുക്കാൻ. പിന്നെ അവനിൽ മിസ്റ്റേക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള സജഷൻ കൊണ്ട് കൊടുക്കുക വേണ്ടത്. ഹേറ്റ് സ്പീച്ച് നമുക്കറിയാം, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹേറ്റ് സ്പീച്ച് എന്നുള്ളൊരു വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെ ചീത്ത പറയുക, മറ്റേ ഗ്രൂപ്പ് ഹേറ്റ് സ്പീച്ച് ക്യാമ്പയിൻ തന്നെ എല്ലാ സൈഡിലും നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലെഫ്റ്റും റൈറ്റും നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എല്ലാ സൈഡിൽ നിന്നും ഹേറ്റ് സ്പീച്ച് വരുന്നുണ്ട്. ഈ ഹേറ്റ് സ്പീച്ചിന് പുതിയൊരു നിയമം കൊണ്ടുവരുന്നതാണ് എക്സ്പെർട്ട് കമ്മിറ്റി ഹെഡഡ് ബൈ TK വിശ്വനാഥ് ആൻഡ് ലോ കമ്മീഷൻ. അതിന് പ്രധാന 2 സെക്ഷൻ അവർ ആഡ് ചെയ്ത് സെക്ഷൻ 153C ആൻഡ് 505A ഓഫ് IPC. എന്താണ് ഈ സെക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 153C പറഞ്ഞാൽ ഗ്രേവ്ലി സ്പീച്ച് ദാറ്റ് threatens any person or group with intention to cause fear or alarm or incite violence toward them prescribed a sentence of 2 years in prison and fine. അതെ, സ്പീച്ച് വഴി ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷനോ അവനെ പേടിപ്പിക്കാനോ പേടിപ്പെടുത്താനോ അതിനോട് ആക്രമിക്കാനോ രീതിയിൽ നമ്മൾ സ്പീച്ച് നടത്തിയാൽ അതിന് 2 വർഷം തടവും പിന്നെ ഫൈനും കിട്ടുന്ന ശിക്ഷയാണ് സെക്ഷനാണ് 153C. സെക്ഷൻ 505A അതിൻ്റെ അതെന്താ വെച്ചാൽ പണിഷ് സ്പീച്ച് ഫോർ റൈറ്റിംഗ് ദാറ്റ് കോസസ് ഫിയർ ഓർ അലാം എമംഗ് ഗ്രൂപ്പ് ഓർ പ്രൊവോക്സ് വയലൻസ് അഗൈൻസ്റ്റ് ദാറ്റ് ഗ്രൗണ്ട്സ് ഓഫ് റേസ്, റിലീജിയൻ, ജെൻഡർ, സെക്ഷൽ ഓറിയൻറ്റേഷൻ, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസബിലിറ്റി. ഇത് എന്തിൻ്റെ നിയമം വെച്ചാൽ നമ്മൾ പണിഷ്മെൻറ്റ് കിട്ടും. നമ്മൾ എഴുത്തിൻ്റെ രൂപത്തിൽ ഓൺലൈനിലായിരിക്കാം,
ഓഫ്ലൈൻ ആയിരിക്കാം. എന്തായാലും മറ്റുള്ള ഒരു വിഭാഗം മീൻസ് റേസ്, റിലീജിയൻ, ജെൻഡർ, സെക്ഷൽ ഓറിയൻറ്റേഷൻ, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസബിലിറ്റി, ഈ ഒരു കാണിച്ച് പിടിച്ച് ഓൺലൈനിൽ നമ്മൾ പല ആർട്ടിക്കിൾ വല്ല എഴുതുകയാണെങ്കിൽ ഹേറ്റ് സ്പീച്ച് എന്ന കാറ്റഗറിയിൽ പെടുത്ത് നമ്മൾ അറസ്റ്റിലാവാം, അല്ലെങ്കിൽ പണിഷബിൾ ഒഫൻസ് ആണ്. സ്പീച്ച് ഈസ് എ ഫ്രീ ബട്ട് ഇറ്റ് ഈസ് എ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. സ്പീച്ച് പറഞ്ഞാൽ അതൊരു ഫ്രീ ആണ്, ആരും നമുക്ക് എതിർക്കുന്നില്ല. പക്ഷേ ആ ഫ്രീഡം കുറച്ച് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം കൂടി നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ റെസ്പോൺസിബിൾ സ്പീച്ച് ഇസ് നോട്ട് ജസ്റ്റ് സംതിങ് ഡസ് നോട്ട് കണ്ടെയ്ൻ. റെസ്പോൺസിബിൾ സ്പീച്ച് പറഞ്ഞാൽ നമ്മളതിന് അബ്യൂസ് ആഡ് ചെയ്യുന്നത് മാത്രമല്ല, അബ്യൂസ്, ഡിഫമേഷൻ, ഇൻസൈറ്റ്മെൻറ്റ് ടു വയലൻസ്. നമ്മൾ ഹേറ്റ് സ്പീച്ച് നമുക്ക് വേണമെങ്കിൽ ഒരാൾ അബ്യൂസ് ചെയ്യാത്ത രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഹേറ്റ് സ്പീച്ച് ആസ് എ സെപ്പറേറ്റ് ഒഫൻസ്. ഇത് ഈസ് ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരാളെ ദ്രോഹിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്കുള്ളിലൊരു എന്താ പറയുക, മറ്റുള്ളൊരു സൈക്കോളജിക്കൽ വയലൻസ് ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അത് എന്തിൻ്റെ പേരിലായാലും, മീൻസ് റേസ്, ജെൻഡർ, കാസ്റ്റ്, റിലീജിയസ് ബിലീഫ്, സെക്ഷൽ ഓറിയൻറ്റേഷൻ, നാഷണാലിറ്റി, ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, ഇതിൻ്റെ പേരിലാണ് ഹേറ്റ് സ്പീച്ചൊക്കെ നമ്മൾ നിർത്തലാക്കണം. ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞാൽ ഇത് ഹേറ്റ് സ്പീച്ച് പാടുന്നില്ല, അങ്ങനെയല്ല. ദ കമ്മിറ്റി ഫോർ റിഫോംസ് ഓഫ് ക്രിമിനൽ ലോസ് അട്രാക്റ്റഡ് ക്രിറ്റിസിസം വെൻ ഇറ്റ് വാസ് ഫോംഡ് ലാസ്റ്റ് ഇയർ. മെനി ഫിയർഡ് ഹറിഡ് പ്രോസസ് വിത്തൗട്ട് അഡ്വക്കേറ്റ് ആൻഡ് വൈഡ് കൺസൾട്ടേഷൻ. അതെ, ഇതിനുള്ള കമ്മിറ്റി കഴിഞ്ഞ വർഷം തന്നെ അവർ രൂപീകരിച്ചായിരുന്നു. പക്ഷേ അന്ന് ഇവർക്ക് കുറേ ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. കാരണം ഇത്ര പെട്ടെന്നൊരു ഹറിഡായിട്ട് ഒരു നിയമം പാസ്സാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ആശയം അവരുടെ ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ കാരണമാണ് കഴിഞ്ഞ കൊല്ലം ഈ ഒരു ലോ കുറച്ചൊന്ന് സ്ലോ ആയത്. സം ലോയേഴ്സ് ആൻഡ് ആക്ടിവിസ്റ്റ് ഇറ്റ് വാസ് നോട്ട് ഇൻക്ലൂസീവ് ആൻഡ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് എബിലിറ്റി ടു ഗ്യാദർ വൈഡ് റേഞ്ച് ഓഫ് ഒപ്പീനിയൻ. അതെ, ഹൈക്കോടതിയിൽ തന്നെ, സുപ്രീം കോടതി തന്നെ പല ലോയേഴ്സും ആക്ടിവിസ്റ്റും ഇതിനെ ഒരു നാരോ മൈൻഡർ എന്നാണ് കാണിച്ചത്. ഇത് കുറച്ചും കൂടി നമ്മളൊരു വൈഡ് റേഞ്ച് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹേറ്റ് സ്പീച്ചിനൊരു ലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, നാരോ മൈൻഡർ ആയതുകൊണ്ട് നമുക്ക് വേഗ് ഡിസിഷൻസും അല്ലെങ്കിൽ ഓവർബോർഡ് ടേംസും നമുക്കിതിൽ എടുക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു നിയമം കൊണ്ടുവരുന്ന ചിലപ്പോൾ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി അവർക്കെതിരെ ഇഷ്ടമല്ലാതെ ആ രീതിയിലും അവർ ഈ ലോനെ അവരുടെ ഫേവറിലും എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ലോ കൊണ്ടുവരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലീഗ് പ്രൂഫ് മാതിരി വേണം. ലോ മസ്റ്റ് ബി ഫോർമുലേറ്റഡ്. നമുക്കറിയാം, കഴിഞ്ഞ കൊടുത്ത സെക്ഷൻ 66A ഓഫ് IT ആക്ട്, ഇത് സുപ്രീം കോടതി റീവോക്ക് ചെയ്യുക ചെയ്തത്. ബിക്കോസ് എന്താണ്, ഇറ്റ് ഫെയിൽ ടു ഡിഫൈൻ സം ടേംസ് ദാറ്റ് സോട്ട് ക്രിമിനലൈസ് ഒഫൻസീവ് ടോപ്പിക്സ്. അപ്പോൾ സെക്ഷൻ പുതുതായിട്ട് നിർമ്മിക്കുക വെച്ചാൽ അതിൻ്റെ എല്ലാ തരത്തിലും നമ്മളൊരു നാരോ മൈൻഡറും അല്ലെങ്കിൽ വിശാലമായിട്ട് നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് വി ക്യാൻ ടേക്ക് എ ഡിസിഷൻ. വെതറിംഗ് സ്റ്റോംസ് നമുക്കറിയാം, ഇത് ഹിന്ദുവിൻ്റെ ആർട്ടിക്കിളാണ്. സൈക്ലോൺ, ഇപ്പോൾ അടുത്തിടെ വന്ന 2 സൈക്ലോൺ നമ്മൾ നേരിട്ടു. നമുക്ക് കേരളം സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഡൗട്ടാണ് നമുക്ക് കൂടുതൽ മഴ തന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സൈക്ലോൺ യാസു, അത് നമ്മുടെ ഈസ്റ്റ് സൈഡിലാണ് കൂടുതൽ, ബേ ഓഫ് ബംഗാൾ ആ തീരത്താണ് കൂടുതൽ മഴ ലഭിച്ചത്. നമുക്കറിയാം, നമ്മുടെ IMDയുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ മോഡേൺ ടെക്നോളജി പ്രകാരം നമുക്കിത് മാസ് എക്സ്കവേഷൻ ആൻഡ് റീഹാബിറ്റേഷനൊക്കെ സാധിച്ചെങ്കിലും യെറ്റ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ലോസ് ദെയർ പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബേ ഓഫ് ബംഗാളിലെ സൈഡിലുള്ള എല്ലാ സ്റ്റേറ്റ്സിനും യാസ് ഉള്ള സൈക്ലോൺ എഫക്റ്റ് ചെയ്തു. വൾണറബിലിറ്റി മേ ബി ഗ്രോയിങ് പ്രീ മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂൺ ഇൻക്രീസ്. ഇതിൻ്റെ വൾണറബിലിറ്റി ഇനി മൺസൂണിൻ്റെ മുമ്പും ഇപ്പോൾ വന്ന ശേഷം ഇനി പോസ്റ്റ് മൺസൂണും ചിലപ്പോൾ ഇനി ഇൻക്രീസ് ചെയ്യാനേ സാധ്യതയുള്ളൂ. അതെ, സ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ദേ ആർ സ്റ്റക്ക് ഇൻ COVID-19 പാൻഡമിക്. നമുക്ക് ഇതിൻ്റെ റിസൈലൻസ്, ഇതിനുള്ള ഒരു സമീപനം റിസൈലൻസും വി നീഡ് ടു ഇംപ്രൂവ് ടുവേർഡ്സ് ദ സൈക്ലോൺസ്. ബിക്കോസ് ഇൻ ഫേസിങ് സൈക്ലോൺസ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ റീഡെവലപ്മെൻ്റ് ആണെങ്കിലും വി നീഡ് ടു കൺസിഡർ ദ കോൺസിക്വൻസ്. ഇത് സ്ഥിരം സൈക്ലോൺ എഫക്റ്റഡ് ഏരിയ ആണെങ്കിൽ ആ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അവർ പാടുള്ളൂ എന്ന രീതിയിൽ വേണം നമുക്ക് ഈ വീണ്ടും റീഹാബിലിറ്റേഷൻ ടൈമിൽ. നമുക്കറിയാം, മറിച്ച് വർക്ക് നീഡ്സ് ടു ബി ഡൺ വെൻ ഇറ്റ് കംസ് ടു പ്രൊട്ടക്ടിങ്. അതെ, ഫിസിക്കൽ ഡെഫിസിറ്റ് നമുക്കറിയാം, ഒരു ഫിസിക്കൽ റീബിൽഡിങ്ങിൻ്റെ ടൈമിലാണെങ്കിൽ ഇറ്റ് നീഡ്സ് മോർ പ്രൊട്ടക്റ്റിംഗ് അസറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്ക് റീബിൽഡിങ് ടൈമിൽ ഇറ്റ് ഈസ് മച്ച് നീഡഡ് എന്ന് നമുക്കറിയാം. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ 2020 നടത്തിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഇതേമാതിരി സൈക്ലോണിക് കലാമിറ്റീസും വെസ്റ്റ് ബംഗാളിൽ $14 ബില്യൺ നഷ്ടം വന്നതെന്ന് പറഞ്ഞത്. $14 ബില്യൺ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ്സ് എ ഹ്യൂജ് മണി ആൻഡ് ഓൾ. നമുക്കറിയാം, പലതും
പല ഗവൺമെൻറ് സ്കീംസും നമുക്കറിയാം ടോപ്പ് തലത്തിൽ നല്ല ഉദ്ദേശമാണെങ്കിലും അത് ഗ്രാസ് റൂട്ടിൽ വരെ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ബിക്കോസ് കറപ്ഷൻ ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിലീഫ്. അതെ, എല്ലാ റിലീഫ് ഫണ്ടായാലും ഈവൻ ദോ നമ്മുടെ കേരളത്തിലടക്കം നമുക്കറിയാം പ്രളയത്തിൽ തട്ടിപ്പ്. സോ ഒരു ഗ്രൗണ്ടർ ചിലർക്ക് കിട്ടിയിട്ടില്ല എന്നല്ല, പക്ഷേ ഒരു ഗ്രാസ് റൂട്ടിൽ എത്തിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഹാഡ് ഹാപ്പൻഡ് യെറ്റ്. ഇൻഷുർ പീപ്പിൾ എഗേൻസ്റ്റ് ലോസ് ഫ്രോം കാറ്റസ്ട്രോഫ്. അതെ, ഇവർക്ക് ഇതേമാതിരി വല്ല ഫണ്ട് വല്ല ഗവൺമെൻറ് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ കിട്ടുന്ന പീപ്പിൾസിനോട് കാറ്റസ്ട്രോഫും ആ സിസ്റ്റത്തിന് അവരുടെ പ്രോപ്പർട്ടിയെ പറ്റി പ്രോപ്പർട്ടി വല്ല ഡോക്യുമെൻറ്റേഷൻ അതൊക്കെ ദേ ഹാവ് ടു പ്രോപ്പർ അതിനെ ശരിക്കും ഡോക്യുമെൻറ്റേഷനൊക്കെ ശരിക്കും ചെയ്യണം. സോ ഇവരുടെ പ്രധാന ചലഞ്ചർ സോഷ്യൽ ഇൻഷുറൻസ് ഒരു മോഡൽ ഇവർക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അത് സൈക്ലോൺ ഫണ്ട്, സ്പെസിഫിക് ഫണ്ട്, സിറ്റിസൻസിന് വേണ്ടിയിട്ട്. വാട്ട് എവർ എന്ത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ഇവിടെ പുതിയ റീഹാബിലിറ്റേഷൻ ഉണ്ടാക്കണമെങ്കിലും ഇറ്റ് ഷുഡ് ബി ഗ്രീൻ. ഗ്രീൻ പറഞ്ഞാൽ നമ്മൾ ചില ജപ്പാനിലൊക്കെ നമ്മൾ കണ്ടാവും സുനാമി പ്രോൺ ഏരിയയിൽ അവർ സുനാമി വിസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എർത്ത് വിസ്റ്റാൻഡിങ് അങ്ങനത്തെ ബിൽഡിംഗ്. ഈ സെയിം ടെക്നിക്ക് നമ്മുടെ ഇവിടെ ഈ സൈക്ലോൺ പ്രോൺ ഏരിയയിലും ആ രീതിയിൽ ഇവിടെ സാധ്യമാണോ എന്ന രീതിയിൽ നമ്മൾ എക്സ്പേർട്ട് കമ്മിറ്റി പോലുള്ളവരൊക്കെ ചിന്തിച്ച് വേണം അവിടെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ. അറസ്റ്റ് സ്ലൈഡ് ഇത് നമ്മൾ ഇന്ന് നമുക്ക് കേട്ടുകണം. ഉദയ് കൊട്ടക് മഹീന്ദ്രയുടെ ചെയർമാൻ, CIE ആൻഡ് MD ഓഫ് കൊട്ടക് മഹീന്ദ്ര. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ് 1,00,000 കോടി റുപ്പീസൊന്നും കൂടി RBI റിസർവ് ബാങ്ക് ഒന്ന് ടു പമ്പ്. അദ്ദേഹം അതാ പറഞ്ഞത്. February 1 വെൻ ഫിനാൻസ് മിനിസ്റ്റർ സീതാരാമൻ ഇൻ യൂണിയൻ ബജറ്റ് 2021-22 അസ്യൂംഡ് ഇന്ത്യൻ എക്കണോമി ഹാസ് ബീൻ വാഷ്ഡ് ഓഫ് ദ കോവിഡ് ത്രെറ്റ്. അതെ, കഴിഞ്ഞ വർഷം ഈ വർഷം ഫസ്റ്റ് തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു ബജറ്റിൽ ആ ടൈമിൽ നമ്മുടെ എക്കണോമി ദേ ആർ റീഗെയിനിങ് എന്ന്. പക്ഷേ നമ്മുടെ കോവിഡ് സെക്കൻഡ് വേവ് കുറച്ചുകൂടി ഭയങ്കര സ്ട്രോങ് ആയി തിരിച്ചു വന്നതോടെ നമ്മുടെ GDP വിചാരിച്ച മാതിരി ദേ ആർ നോട്ട് ജമ്പിങ് റാപ്പിഡ്ലി. അത്ര റാപ്പിഡായിട്ട് ഗ്രോത്ത് ഇപ്പോൾ നടക്കുന്നില്ല. നമ്മൾ പല ഫിനാൻഷ്യൽ IMF ഒക്കെ പ്രൊഡിക്റ്റ് ചെയ്ത മാതിരി 12% നമുക്കിനി സെക്കൻഡ് ഹാഫിൽ ഈ വർഷം അത്ര ഗ്രോത്ത് ഉണ്ടാവുമോ സംശയമാണ്. കാരണം ബിക്കോസ് നമ്മളൊരു വിസിയസ് സൈക്കിൾ അത് പെട്ടു പറഞ്ഞാൽ സെക്കൻഡ് വേവ് നമ്മളെ കുറച്ചൊന്ന് പിടിച്ചു വെട്ടിയിരിക്കുകയാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്. നമുക്കറിയാം സെക്കൻഡ് വേവിലൂടെ പല ആൾക്കാർക്കും ജോബ് ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ ഉള്ളവർക്കുള്ള പകുതിയായിട്ട് വേജ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ബാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബിക്കോസ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് ഒരു ഹോൾഡ് ബാക്ക് ചെയ്യാൻ സമയം. കാരണം കൺസ്യൂമർ ഡിമാൻഡ് കുറയും. കാരണം ആൾക്കാരുടെ കയ്യിൽ കാശില്ലെങ്കിൽ ഡിമാൻഡ് അവരുടെ പർച്ചേസ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിയും കുറയും. അപ്പോൾ ഡിമാൻഡ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. ഈ വിസിയസ് സൈക്കിൾ കുറച്ചും കൂടി വോയിസ് ആവുന്നേ ഇങ്ങനത്തെ പേസിൽ നമ്മുടെ വാക്സിനേഷൻ ഇതേ സ്പീഡിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇനി തേർഡ് വേവ് ഒന്നും കൂടി വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആകെ രക്ഷിക്കാൻ സാധിക്കുന്നത് നമ്മുടെ എക്കണോമിക് എൻറ്റിറ്റിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. അത് ഒരു കൂടുതൽ ഫിനാൻഷ്യലായിട്ട് കാശ് ഇതിന് പമ്പ് ചെയ്യാൻ തന്നെ ഒരു വേണ്ടി വരും. അതിന് നമ്മൾ അഡീഷണലായിട്ട് അവർ ഡയറക്റ്റ് മോണിറ്ററി കാശ് പമ്പ് ചെയ്താലാണ് നമുക്ക് സ്മാൾ ബിസിനസ് അല്ലെങ്കിൽ ചില സ്മാൾ ലോണ് കൊളാട്രൽ ഫ്രീ ലോൺസ് അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്താലാണ് നമ്മുടെ ഗവൺമെൻറ് ഈ സ്ലൈഡിനൊന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാൻ സാധിക്കുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.